ഉത്തരവിറങ്ങിയത് അങ്ങനെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇങ്ങനെ ആലോചനയുള്ള കാര്യം അദ്ദേഹം നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് വലിയ പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട്. കാരണം അതിന് നമ്മൾ കാണുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റും, കൃഷിക്കാർക്ക് ഗുണം കിട്ടുമെന്നുള്ളതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ ചട്ടഭേദഗതികൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല ഇല്ല, മറ്റ് സംഘടനകളായിട്ട് സംസാരിച്ചിട്ടില്ല. അല്ല, വിവാദം ഉണ്ടാവില്ല എന്നുള്ള സൂചന. അതെ, പ്രതിപക്ഷം അനുകൂലമാണെന്നുള്ള സൂചന വന്നപ്പോൾ തന്നെയാണ് തീരുമാനമെടുത്തത്. അതുകൂടി കണക്കിലെടുത്തിട്ടാണ്. അല്ല, ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ കാര്യം നമുക്ക് നോക്കാൻ പറ്റും. മലമ്പുഴയിലെ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം വരികയാണ്. പാലക്കാടാണ്. എന്താണ് വിജയ സാധ്യത? മറ്റ് സ്ഥാനാർത്ഥിത്വം സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയുണ്ടാവും? മലമ്പുഴ കേരളത്തിലെ CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെയും ഒരു ശക്തി കേന്ദ്രമാണ്. സഖാവ് നായനാർ മത്സരിച്ച് ജയിച്ച VS മത്സരിച്ച് ജയിച്ചിട്ടൊരു മണ്ഡലമാണെന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരെയൊക്കെ കാണുന്ന രീതി പോലെയല്ല ഞാൻ കാണുന്നത്. പേഴ്സണൽ സ്റ്റാഫ് വിസ്മയമാണ് ഇപ്പോൾ കോൺഗ്രസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം തെരഞ്ഞുപോയി കിട്ടുന്നത് പഴയ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകളാണ്. അതിരിക്കട്ടെ, അത് ഇനി അവർക്ക് ശ്രമിക്കാം. വിസ്മയം കേരളത്തിൽ നടക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിലാണ്. അവിടെയാണ് വിസ്മയം നടക്കുന്നത്. ആ വിസ്മയം മറച്ചുവെക്കാനാണ് എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഒരു വലിയ സ്ഥാപനത്തിൻ്റെ വൻകിട പദ്ധതിയുടെ തറക്കല്ലിടലിന് ഒറ്റ മാധ്യമങ്ങൾ പോലും വന്നില്ല മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് എന്നുള്ളത് എന്താ കാണിക്കുന്നത്? അങ്ങനെ ഇപ്പോൾ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് നാട്ടുകാരെ അറിയണ്ടെന്നുള്ളതല്ലേ. പക്ഷേ ഇന്ന് നിങ്ങളെല്ലാവരും കൂടി ഓടിയെത്തി. ഇന്ന് മദ്യത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു വിവാദത്തിന് വകുപ്പുണ്ടോ എന്ന് തോന്നിയപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഓടിയെത്തി. 600 കോടി ഒരു പദ്ധതിയുടെ ശിലാസ്ഥാപനം ഇന്നലെ നടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അമർത്യ സെൻ കേരളത്തെക്കുറിച്ച് വലിയ നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ 14ാമത്തെ പേജിലായിരുന്നു അമർത്യ സെൻ്റെ പ്രസംഗം കൊടുത്തത്. കാരണം അമർത്യ സെന്നല്ല, നോബൽ സമ്മാന ജേതാവല്ല, ഇനി ദൈവം തന്നെ ഇറങ്ങി വന്ന് കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും ഞങ്ങൾക്ക് പുല്ലാണ് എന്നതാണ് സ്വീകരിക്കുന്നൊരു രീതി. അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ പണ്ട് ഏതോ മറ്റേ എന്താ പറയുക, പേഴ്സണൽ സ്റ്റാഫിലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് വലിയ പ്രാധാന്യം. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ മുഖ്യ ശില്പിയായിരുന്ന മണിശങ്കരയ്യർ ഏറ്റവും അവസാനത്തെ പേജിൽ. എന്നാൽ പിന്നെ നിഷ്പക്ഷമാണെങ്കിൽ, തുല്യമായ സമീപനമാണെങ്കിൽ മിനിമം പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ പരിഗണനയെങ്കിലും മണിശങ്കരയ്യർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധത്തിലാണ് മാധ്യമങ്ങളും ഇപ്പണി നിരന്നിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മാധ്യമങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇസ്രായേൽ പലസ്തീനിൽ എന്താണോ ചെയ്തത് അതുപോലെയാണ്. ഇസ്രായേൽ പലസ്തീന് ചെയ്തതുപോലെയാണ് മാധ്യമങ്ങൾ സർക്കാരിനും ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിനെപ്പറ്റി അറിയാത്തവരൊന്നുമല്ല. അതിനെയും കൂടി നേരിട്ടിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ അതിജീവിക്കാമെന്ന് ഞങ്ങൾക്കറിയാം. അത് നടക്കട്ടെ. അതുപോലും പാടില്ല. അതായത് ഞങ്ങൾ മുക്കും നിങ്ങൾ മിണ്ടരുത് എന്നാണ്. പരസ്യം കൊടുക്കേണ്ടി വരും, കൊടുക്കുകയും ചെയ്യും. നിങ്ങളറിയരുത് ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം?
ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വാലും ചുരുട്ടി പരാജയം സമ്മതിച്ചിരിക്കണം. തൽക്കാലം അതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും. അറിയിക്കേണ്ടത് ജനാധിപത്യത്തിൽ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തം. നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എതിർപ്പും ഇപ്പോഴത്തെ ഈ അസാധാരണ സമീപനവും രാഷ്ട്രീയം മാത്രമാണെന്ന് കരുതാൻ പറ്റില്ല.